കുട്ടി നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരത്തെ ഒരു ട്യൂഷനുണ്ട്. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എൻ്റെ ഒരു ട്യൂഷനുണ്ട്. ആ ട്യൂഷനിൽ നിങ്ങൾ ചേർത്തി കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് പഠിക്കും. സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്. ബസ് ഫെസിലിറ്റീസ്, പിന്നെ അതേപോലെ മാർഷൽ ആർട്സ്, ഇങ്ങനത്തെ പിന്നെ സ്പോർട്സ് ഡേ, ഇങ്ങനെയൊക്കെ ഒരുപാട് എല്ലാ ഫെസിലിറ്റിയും ആ സ്കൂളിലുണ്ട്. പക്ഷേ കുട്ടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ അവന് വൈകുന്നേരമുള്ള എൻ്റെ ട്യൂഷനിൽ ചേർത്തുന്ന ട്യൂഷൻ്റെ ഫീസ് ഇത്രയാണ് കാര്യങ്ങൾ. അതിൻ്റെ യൂണിഫോം, എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തു. കുറച്ച് ദിവസം മുന്നേ ഒരു ഫോണിൻ്റെ റിവ്യൂ നോക്കിയപ്പം അതിൽ റിവ്യൂവർ പറഞ്ഞൊരു കാര്യം, ഈ ഫോൺ എപ്പോഴും റേഞ്ച് ഇങ്ങനെ മിസ്സാവുന്നൊരു പ്രശ്നമുണ്ട്. അമേരിക്കൻ കമ്പനിയുടെ ഒരു ഫോണാണ്. ഫോണിൻ്റെ റേഞ്ച് മിസ്സാവുന്നൊരു കാര്യമുണ്ട്. ബാക്കി ക്ലാരിറ്റിയും ക്യാമറ ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റിയും എല്ലാം ഓക്കെയാണ്. ഈ ഒരു സമയത്ത് ശരിക്കും മാർക്കറ്റിൽ കസ്റ്റമേഴ്സായിട്ടുള്ള നമ്മളെ ശരിക്ക് ഇവർ ചൂഷണം ചെയ്യുന്നു, പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു തിരിച്ചറിയുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. കാരണം ഇതാണ് ട്രെൻഡ്, അല്ലെങ്കിൽ ഇതാണ് എന്താ പറയുക, ഒരു ഹൈ ലെവലിലുള്ള പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക്. ശരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്യാത്ത പ്രൊഡക്റ്റും സർവീസും അത് നമുക്ക് തള്ളിത്തരാൻ, അത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വലിയ വക്താക്കളായിട്ട് നമ്മൾ ഇതിൻ്റെ ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞ് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും എന്തൊരവസ്ഥയാണല്ലേ. നമ്മൾ എത്രത്തോളം പറ്റിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടും നമുക്ക് ഇതിനൊന്ന് പറയാനോ, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെന്തോ ഒരാൾക്കാരാകുമോ എന്നൊരവസ്ഥ. എന്തൊരവസ്ഥയാണല്ലേ. നമ്മളെ ക്യാഷ് എടുത്തിട്ട് നമ്മൾ എത്ര വളരെ വൃത്തിയിൽ അവർ പറ്റിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുന്ന സമയത്ത്